ചാനൽ ബയോളജി വ്ലോഗ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വൈൻ ഹസ്ബൻഡറി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ടും സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ ബ്രീഡിംഗ് ബോർസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏജ് വൈസ് മാനേജ്മെൻറ്റ് ഓഫ് പിഗ്സ്, ആ ഒരു സെക്ഷനാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ടും ബ്രീഡിംഗ് ബോർ, സോ ആൻഡ് പിഗ്ലെറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ ബ്രീഡിംഗ് ബോർസ് നോക്കാം. ദേ മസ്റ്റ് ബി ഓഫ്സ്പ്രിങ് ഓഫ് ബെറ്റർ പ്രൊഡ്യൂസിങ് ഗിൽസ് ആൻഡ് സോസ്. അപ്പം ഗിൽസിൻ്റെയും സോസിൻ്റെയും നല്ല ബെറ്റർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഗിൽസിൻ്റെയും സോസിൻ്റെയും ഓഫ്സ്പ്രിങ്ങിനെ വേണം നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്യാൻ. ദേ മസ്റ്റ് ബിലോങ് ടു എ ലിറ്റർ വിത്ത് സൈസ് നോട്ട് ലെസ് ദാൻ 8 at weaning and litter weight not less than 72 at weaning. അപ്പം അവരുടെ വെയിറ്റ് നോക്കുവാണെങ്കിൽ, സൈസ് നോക്കുവാണെങ്കിൽ വീനിങ്ങിൻ്റെ സമയത്ത് 8 kg കുറയാൻ പാടില്ല. അതുപോലെ തന്നെ ലിറ്റർ വെയിറ്റ് എന്ന് പറയുന്നത് 72 kg കുറയാൻ പാടില്ല. ഓക്കെ. ദേ മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫിസിക്കൽ ഡിഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അറ്റ് 5 months of age they should have a minimum body weight of 60 kg. അപ്പോൾ 5 മാസം ആകുമ്പോഴത്തേക്ക് ഒരു മിനിമം ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 kg വേണം. ഇതെല്ലാം തന്നെ ബ്രീഡിങ്ങിന് സെലക്ട് ചെയ്യുന്ന ബോസിൻ്റെ ക്രൈറ്റീരിയ ആണ്. ഫൈനൽ സെലക്ഷൻ ഓഫ് ബോർ ഈസ് ഡൺ അറ്റ് 7 months of age. At that age they should have a minimum body weight of 90 kg. അപ്പോൾ 7 monthലാണ് നമ്മൾ ഫൈനൽ സെലക്ഷൻ, ബ്രീഡിങ്ങിന് വേണ്ടി ബോറിനെ ഫൈനലായിട്ട് സെലക്ട് ചെയ്യുന്ന 7 monthലാണ്. ആ സമയത്ത് ഒരു മിനിമം 90 kg വെയിറ്റ് വേണം. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഫോർ ബ്രീഡിംഗ് മസ്റ്റ് ബി സെലക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് ലിറ്റേഴ്സ്. അപ്പോൾ മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലിറ്റേഴ്സിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ. ബോർസ് should be changed preferably once in 2 years for avoiding inbreeding. ഓക്കെ. അതുപോലെ തന്നെ ഇൻബ്രീഡിങ്ങിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സ് എല്ലാം തന്നെ എടുക്കണം. അതായത് ബോർസിനെ പ്രിഫറബിളി once in 2 years ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ടു അവോയ്ഡ് ഇൻബ്രീഡിങ്. ഇനി അടുത്ത നമ്മൾ ഫീഡിംഗ് ആണ്. ഫീഡിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബോർസ് നോക്കാം. ഓൾ ദ ബോർസ് റീച്ച് സെക്ഷുവലി മെച്യൂരിറ്റി അറ്റ് 7 months of age. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ദേ മസ്റ്റ് ബി 10 to 12 months of age ബിഫോർ ബീയിങ് യൂസ്ഡ് ഫോർ റെഗുലർ സർവീസ്. അതായത് നമ്മളിപ്പം ബോർസിനെ ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അവർ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന 7 months ആണെങ്കിൽ പോലും ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഏകദേശം 10 to 12 months ആ ഒരു ഏജിലായിരിക്കണം സെലക്ട് ചെയ്യുന്ന. ആ സമയത്ത് ഏകദേശം ഒരു 100 kg ബോഡി വെയിറ്റ് ഇവർക്ക് ഉണ്ടായിരിക്കും. ബോർ ഈസ് ടു സോ റേഷ്യോ എന്ന് പറയുന്നത് 1:25 ആയിരിക്കണം. അതായത് ഒരു ബോറിനെ 25 സോ എന്നൊരു റേഷ്യോയിലാണ് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത്. ഈച്ച് ബോർ ഷുഡ് ബി ഹൗസ്ലി സെപ്പറേറ്റഡ്. ഓരോ ബോറും സെപ്പറേറ്റ് ആയിട്ട് വേണം ഹൗസ് ചെയ്യിക്കാൻ. ബോർ ഷുഡ് ബി ടെസ്റ്റഡ് ഫോർ എനി ഡിസീസ്, എസ്പെഷ്യലി ബ്രൂസെല്ലോസിസ്. അപ്പം ഇവരെ മെയിനായിട്ടും ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്ന ഡിസീസാണ് ബാധിക്കുന്നത്. അതുണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴും ടെസ്റ്റ് ചെയ്യണം. എ ബ്രീഡിംഗ് ബോർ റിക്വയർസ് 2 to 2.5 kg കോൺസെൻട്രേറ്റ് പെർ 100 kg ബോഡി വെയ്റ്റ്. ഗ്രീൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇഫ് കെപ്റ്റ് ഇൻഡോർസ്. അതായത് മുറിക്കുള്ളിൽ തന്നെ കീപ്പ് ചെയ്യുവാണെങ്കിൽ ഗ്രീൻസ്, അതായത് ലീഫി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കണം. ലീഫി വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ പുല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം. ഇഫ് പോസിബിൾ പാസ്റ്റർ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഗീവ് എക്സസൈസ് ആൻഡ് വാല്യുബിൾ ന്യൂട്രിയൻസും അതായത് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻ്റ് ആവാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അനിമൽസിനെ വേണം നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാൻ. ഓക്കെ. ദെൻ ഫീഡിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫീമെയിൽ പിഗ്സ്. ഫീമെയിൽ പിഗ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഗിൽസ് വരും, പ്രഗ്നൻറ്റ് സോസ് വരും, ഫറോയിങ് സോസ് വരും. ഓക്കെ. ഗിൽസ് നോക്കാം. ബ്രീഡിംഗ് ഗിൽസ് ആർ സെലക്റ്റഡ് ഫ്രം മദർ പിഗ്സ് ഹാവിംഗ് ഗുഡ് മദറിംഗ് എബിലിറ്റി ഷോൺ ബൈ ലാർജ് ലിറ്റർ സൈസ് ആൻഡ് വെയ്റ്റ് അറ്റ് വീനിങ്. ഗിൽസ് ഷുഡ് ഹാവ് 12 to 14 ഈവൻലി സ്പേസ്ഡ് സൗണ്ട് ടീത്സ് ആൻഡ് ഗുഡ് ഗ്രോത്ത്. അപ്പോൾ ഗിൽസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗിൽസിനെ മാനേജ് ചെയ്യുന്നത് നോക്കാം. ബ്രീഡിംഗ് ഗിൽസ് എന്ന് പറയുമ്പം അവർ സെലക്ട് ചെയ്യുന്നത് നല്ല മദർ പിഗ്, അതായത് ഈ ഗിൽസായിട്ട് സെലക്ട് ചെയ്യുന്ന പിഗ്സിൻ്റെ മദേഴ്സ്, അവർക്ക് നല്ലൊരു ഗുഡ് മദറിങ് എബിലിറ്റി ഉള്ളവരിൽ നിന്ന് മാത്രമേ ഗിൽസിനെ സെലക്ട് ചെയ്യാവൂ. അതുപോലെ തന്നെ ലാർജ് ലിറ്റർ സൈസ് ഉള്ള മദേഴ്സ്, അതുപോലെ തന്നെ ടീറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 12 to 14 ഈവൻലി സ്പേസ്ഡ് സൗണ്ട് ടീറ്റ്സ് എന്ന് വേണം. അതുപോലെ നല്ല ഗ്രോത്ത് ഒക്കെ ഉള്ളവരെ വേണം ഗിൽസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ. വീൻഡ് സോസ് എന്ന് പറയുമ്പോൾ സോസ് ആർ യൂഷ്വലി വീൻഡ് അറ്റ് 8 weeks ആഫ്റ്റർ
ഫറോയിങ്. അപ്പം എന്താണ് ഇതിന് ശേഷം ഫറോയിങ്ങിന് ശേഷം 8 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് ഈ സോസിനെ വീവ് ചെയ്യുന്നത്. ദ വീൻഡ് സോസ് കം ഇൻ ടു ഹീറ്റ് ഇൻ 3 to 10 days ആഫ്റ്റർ വീനിങ്. വീനിങ്ങിന് ശേഷം 3 to 10 days കഴിഞ്ഞാൽ അവർ എന്താണ് വീണ്ടും ഒരു എന്താണ് കൺസീവ് ആവാൻ അവർ റെഡിയാവും. In pregnant sows and gills നോക്കാം. Pregnant animals should be provided with regular exercise and proper nutrition. Sows of the same size and condition can be put together. Bred gills may be housed separately. ഇത് ഓൾറെഡി ബ്രീഡ് ചെയ്തിട്ടുള്ള ഗിൽസ് ആണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹൗസ് ചെയ്യാം. പ്രഗ്നന്റ് അനിമൽസിന് എന്താണ് അവർക്ക് പ്രോപ്പറായിട്ട് എക്സസൈസും ന്യൂട്രീഷനും എല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ് അവരെ എന്താണ് നല്ലൊരു കണ്ടീഷനിൽ മാറ്റിപ്പാർപ്പിക്കാം. Then avoid overcrowding, mixing of new and old stock, slippery floor and over exciting of pregnant pigs. അതായത് നമുക്ക് ഈ പിഗ്സിൻ്റെ പ്രഗ്നൻറ്റ് സോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എസ്പെഷ്യലി നല്ല ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള അനിമൽസിനെ മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫ്ലോർ എപ്പോഴും എന്താണ് സ്ലിപ്പറി ആവാത്ത ഫ്ലോർ വേണം, സിമെൻറ്റഡ് ആയിട്ടുള്ള ഫ്ലോർ വേണം. Then 10 to 15 females can be grouped in a pen. ഒരു പെൻ എന്ന് പറയുന്നത് ഒരു ഈ തൊഴുത്തെന്ന് പറയത്തില്ലേ അനിമൽസിനെ പാർപ്പിക്കുന്ന ആ സ്ഥലം, അവിടെ ഏകദേശം 10 to 15 ഫീമെയിൽസിനെ വരെ നമുക്ക് ഒരേ സമയം മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഫീഡിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പിഗ്ലെറ്റ്സ് നോക്കാം. പിഗ്ലെറ്റ്സിൻ്റെ ഫീഡിങ്ങും മാനേജ്മെൻറ്റും എങ്ങനെയാണെന്ന് നോക്കാം. വൈപ്പ് ദ പിഗ്ലെറ്റ്സ് ക്ലീൻ വിത്ത് എ ടവൽ. ഡിസ്ഇൻഫെക്ട് ദ നേവൽ കോഡ് വിത്ത് ടിങ്ചർ അയഡിൻ. അതായത് പിഗ്ലെറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവരെ നല്ല ക്ലീൻ ടവൽ വെച്ച് വൈപ്പ് ചെയ്യണം. അതുപോലെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. നേവൽ കോഡ് വിത്ത് അയഡിൻ സൊല്യൂഷനൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം. ഹെൽത്തി പിഗ്ലെറ്റ്സ് സ്റ്റാർട്ട് സക്ലിംഗ് വിത്ത് 15 to 30 minutes ആഫ്റ്റർ ബേൺ. ഹെൽപ്പ് സ്മോൾ പിഗ്ലെറ്റ്സ് ടു സക്കിൾ. കീപ് ദ ഫറോയിങ് പെൻ വാം, ഡ്രൈ ആൻഡ് ക്ലീൻ. അതായത് ആ ഒരു ചുറ്റുപാട് പിഗ്ലെറ്റ്സ് ഉള്ള ആ ഒരു പെൻ എന്ന് പറയുന്നത് നല്ല ക്ലീനും വാമും ഡ്രൈയും ഒക്കെ ആയിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ കെയർ ഓഫ് ദി ലിറ്റർ ഡ്യൂറിങ് ദ ഫസ്റ്റ് 8 weeks ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം. പ്രൊവൈഡ് അയൺ ഇഞ്ചെക്ഷൻ ഓൺ സെക്കൻഡ് ഡേ ഇൻട്രാമസ്കുലർലി ടു പ്രിവെൻറ്റ് പിഗ്ലെറ്റ് അനീമിയ. ഈ ഉണ്ടാവുന്ന പിഗ്ലെറ്റ്സിന് അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രാമസ്കുലറായിട്ട് സെക്കൻഡ് ഡേയിൽ തന്നെ എന്ത് ചെയ്യണം, അയണിൻ്റെ ഇഞ്ചെക്ഷൻ കൊടുക്കണം. ആർട്ടിഫിഷ്യൽ ഹീറ്റ് ഹെൽപ്സ് ടു സേവ് യങ് പിഗ്സ്. അതായത് കുഞ്ഞുങ്ങളുണ്ടായ പിഗ്ലെറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്താണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഷിവറിങ് ഒക്കെ ഉണ്ടായി മരിച്ചു പോകും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് നല്ലതായിട്ട് കൊടുക്കണം. ഹീറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് യൂസിങ് സ്റ്റൗസ് ഓർ ഇലക്ട്രിക് ബൾബ്സ് അല്ലെങ്കിൽ ബ്രൂഡറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീറ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ ക്രീപ്പ് ഫീഡിങ്. അപ്പോൾ എന്താണ് ക്രീപ്പ് ഫീഡിംഗ് എന്ന് നോക്കാം. ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് ഫീഡിങ് കോൺസെൻട്രേറ്റ്സ് ടു യങ് പിഗ്ലെറ്റ്സ് ഇൻ എ സെപ്പറേറ്റ് എൻക്ലോഷർ. അതായത് ഈ പിഗ്ലെറ്റ്സിന് മിൽക്ക് മാത്രമല്ലാതെ അമ്മയുടെ പാല് മാത്രമല്ലാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫീഡിങ് കോൺസെൻട്രേറ്റ്സ് കൊടുക്കുമല്ലോ, ആ ഒരു അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് ഫീഡിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സെപ്പറേറ്റ് എൻക്ലോഷർ. ഒരു സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും ഇത് കൊടുക്കുന്നത്. ക്രീപ്പ് ഏരിയ എന്ന് പറയും. എവേ ഫ്രം ദെയർ മദർ ഈസ് നോൺ ആസ് ക്രീപ്പ് ഫീഡിങ്. അതായത് മദർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് മാറിയായിട്ട് അവർക്ക് എക്സ്ട്രാ ഉള്ള ഫീഡിങ് കോൺസെൻട്രേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് ഫീഡിങ് എന്ന് പറയുന്നത്. അത് പിഗ്ലെറ്റ്സിന് കൊടുക്കണം. ദെൻ ദ ഗാർഡ് റെയിൽ നോക്കുവാണെങ്കിൽ ഗാർഡ് റെയിൽ ഷുഡ് ബി റൈസ്ഡ് 8 to 10 inches ഫ്രം ദ ഫ്ലോർ ആൻഡ് ഷുഡ് ബി 8 to 12 inches ഫ്രം ദ വാൾ. ദെൻ നീഡിൽ ടീത്ത് നോക്കാം. An examination of the mouth of the piglet at birth will show that they have 8 small tusk-like teeth called needle teeth. അപ്പോൾ ഇതെപ്പോഴാണ് വരുന്നത്? അതായത് ഈ പിഗ്ലെറ്റ് ജനിച്ചു കഴിയുമ്പം എന്താണ് അവരുടെ വായിൽ മൗത്തിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 8 വളരെ ചെറിയ 8 ടസ്ക് ടീത്ത് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ നീഡിൽ ടീത്ത് എന്ന് പറയുന്നത്. ഈ നീഡിൽ ടീത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഓപ്പൺ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ മദറിൽ നിന്ന് എന്താണ് മിൽക്ക് സക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അഡറിന് എന്താണ് ഇറിറ്റേഷനും പെയിനും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മോറോവർ ദ പിഗ്ലെറ്റ്സ് മേ ബൈറ്റ് ആൻഡ് സ്കാർച്ച് ഈച്ച് അതർ. അതുപോലെ തന്നെ പിഗ്ലെറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ഈ നീഡിൽ ടീത്ത് വെച്ചും എന്താണ് സ്ക്രാച്ച് ചെയ്യാനും ബൈറ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ മുറിവിലൂടെ എന്താണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് എന്ത് ചെയ്യണം, ഈ നീഡിൽ ടീത്തിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അതൊരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ വീനിങ് നോക്കാം. വീനിങ് നടത്തുന്നത് യൂഷ്വലി 5 to 6 വീക്സ് ആണ്. പിഗ്ലെറ്റ്സ് ഉണ്ടായി 5 to 6 വീക്സിൽ വേണം വീനിങ് നടത്താൻ. ദ ഏർലിയർ ദ ഫാർമർ വീൻസ് പിഗ്സ് സോ ക്യാൻ ബി റീബ്രെഡ് ഫാസ്റ്റ്. അതായത് എത്രയും വേഗം നമ്മൾ വീൻ ചെയ്യുന്നോ എന്ത് ചെയ്യാൻ പറ്റും, അത്രയും വേഗം നമുക്ക് അടുത്ത ബ്രീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കാസ്ട്രേഷൻ നോക്കാം. Castration is done to fasten the fattening of the male piglets. കാസ്ട്രേഷൻ ചെയ്യുന്ന മെയിനായിട്ട് എന്താണ്, ഈ മെയിൽ പിഗ്ലെറ്റ്സ് നന്നായിട്ട് തടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സർജിക്കൽ കാസ്ട്രേഷൻ ഈസ് യൂഷ്വലി ഡൺ അറ്റ് 4 to 6 വീക്സ് ഓഫ് ഏജ്. അതായത് 4 to 6 വീക്സ് ഓഫ് ഏജിലാണ് മെയിനായിട്ടും സർജിക്കൽ കാസ്ട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇയർ നോച്ചിങ്ങും ടാഗിങ്ങും ഒക്കെ വെച്ചിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഫീഡ്സ് ഓഫ് പിഗ് നോക്കാം. അപ്പം മെയിനായിട്ടും എന്താണ് 4 തരത്തിലുള്ള ഒരു ഫീഡാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പ്രീ സ്റ്റാർട്ടർ ഫീഡ് എന്ന് പറയുന്നത് ഗിവൺ അപ് ടു 5 kg ബോഡി വെയ്റ്റ്. പിഗ്ലെറ്റ് ഒരു 5 kg ബോഡി വെയ്റ്റ് ആവുന്നവരെ കൊടുക്കുന്ന ഫീഡിനെയാണ് നമ്മൾ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് 5 to 10 kg, അതായത് 5 to 10 kg ആവുന്ന ഒരു ബോഡി വെയ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. ദെൻ ഗ്രോയർ എന്ന് പറയുമ്പോൾ ഗിവൺ ടു പിഗ്സ് ഓഫ് 10 to 60 kg ബോഡി വെയ്റ്റ്. 10 മുതൽ 60 kg വരെയുള്ള ആ ഒരു ബോഡി വെയ്റ്റ് ഉള്ള അനിമൽസിന് നമുക്ക് ഗ്രോയർ ഫീഡ് കൊടുക്കാം. ഫിനിഷർ അല്ലെങ്കിൽ അഡൾട്ട് ഫീഡ് മെയിനായിട്ടും കൊടുക്കുന്നത് 60 kg കൂടുതലുള്ള ബോഡി വെയ്റ്റ് ഉള്ള പിഗ്സിനാണ് നമ്മൾ ഫിനിഷർ അല്ലെങ്കിൽ അഡൾട്ട് ഫീഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് അനിമൽസിന് ആയിട്ടുള്ള അനിമൽസിന് നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഫീഡായിരിക്കും കൊടുക്കുന്നത്. അവർക്ക് ന്യൂട്രിയൻസും കാൽസ്യവും ഒക്കെ ഒരുപാട് വേണ്ടതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫീഡായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്വൈൻ ഹസ്ബൻഡറി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാം തന്നെ ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലർക്കും മെറ്റീരിയൽ ഇല്ലാത്തവർ കാണുമല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പിക് അറിയാതെ നമ്മൾ അല്ലെങ്കിൽ തിയറി അറിയാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ആദ്യമേ തിയറി പാർട്ട് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.